രണ്ടുവിന്റെ പേരിന് ഫാൻസും ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്. ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. അവർക്കൊന്നും വയറില്ല, അസൂയയാണ്, കുശുമ്പാണ്. രേണുവിന്റെ വയറിന് ഫാൻസ് ഉണ്ടെന്നേ, അതുകൊണ്ട് വയറ് കാണിച്ച് ഞാൻ നടക്കും, നിങ്ങൾക്ക് എന്താ എന്നാണ് രണസുന ചോദിക്കുന്നത്. എന്തെങ്കിലൊക്കെ ആവട്ടെ, നമ്മളെ വിഷയം അതൊന്നുമല്ല. ഇവര് മദ്യത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. 10-20ഓളം റീൽസുകൾ ഇതിനോടകം തന്നെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് തവണ കള്ള്, മദ്യം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പലതും ചെയ്യുന്നുണ്ട്. ദേവ് ഡീകോഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണർ ദേവ്, അദ്ദേഹമാണ് കേസ് കൊടുത്തത്. കേസിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അതൊന്നും കൂടാതെ അതിൽ കുറച്ച് ആഡ് ഓൺ കൂടി ചെയ്യാനുണ്ട്. അബ്കാരി നിയമപ്രകാരം മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതോ, അതൊന്നും കൂടാതെ മദ്യത്തിന്റെ കമ്പനി ഉണ്ടല്ലോ, ബ്രാൻഡിങ്ങിന്റെ ലോഗോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ചിറക്കിയിട്ട് സോഡ ഇറക്കുന്ന കമ്പനീസ് ഉണ്ട്. സോഡയല്ല ലക്ഷ്യം, മദ്യം തന്നെയായിരിക്കും. വാട്ടർ ബോട്ടിൽ ഇറക്കുന്ന കമ്പനീസ് ഉണ്ട്, അതിലും ലക്ഷ്യം മറ്റേത് തന്നെയാണെന്നുള്ളതാണ്, മദ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം വീഡിയോസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിയമപരമായിട്ട് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് നയിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിലവിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ എക്സൈസിന് ഒരു വാണിംഗ് കൊടുക്കാൻ ചെറിയ പിഴ വാങ്ങിയിട്ട് വിടാൻ പറ്റും. എന്നാൽ പരാതി സ്വീകരിച്ചു അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത്തരം പരസ്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതിനടിയിൽ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അതാണ് നിയമം. അബ്കാരി നിയമപ്രകാരം അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ രണസുന അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവാണ്. ഒരു പരസ്യത്തില് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ പരസ്യത്തിന് അല്ലെങ്കിൽ രണ്ടാമത്തെ റീൽസിന് പിന്നില് മദ്യക്കുപ്പികളുണ്ട്, ഒന്നും വെച്ചിട്ടില്ല. 10 ലക്ഷം രൂപ വരെ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന ഒരു പരിപാടിയാണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും അൽത്തു വ്ളോഗിനെതിരെ എന്തോ രണസുനക്ക് പറയാനുണ്ട്. ആദ്യം അതൊന്ന് കാണാം. എടാ അൾത്ത് വ്ളോഗറായി, നിനക്ക് തീർന്നില്ല. എടാ അതിന്റെ അടി നീ ഇടുന്ന വ്ളോഗിന്റെ അടിയിൽ വരുന്ന കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? നിനക്ക് നാണം കൊണ്ടോടാ എന്റെ പുറകെ നടക്കാൻ. എന്നെ പോലീസ് പിടിച്ച്, പിന്നെ കുറെ വ്ളോഗേഴ്സിന്റെ തമ്പലിൻ കണ്ട് എന്നെ ദുബായിൽ നിന്ന് കയറ്റി വിട്ടുന്നേടേ. ഞാൻ ഇപ്പോഴും ദുബായി തന്നെയാണ്, മനസ്സിലായോ? ഞാൻ 2-ാം തീയതി നാട്ടിലോട്ട് വരത്തുള്ളൂ. നിനക്കൊക്കെ എന്തുവാ? 2-ാം തീയതി വരെ എനിക്കിവിടെ പ്രമോഷനാണ്, മനസ്സിലായോ? പെട്ടെന്ന് വരെ കണ്ടപ്പോ ഇവരുടെ സംസാരം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പൊ ചാണാക്കുഴി വീണില്ലേ, അയാളെയാണ് ഓർമ്മ വന്നെന്നുള്ളതാണ്. ഞാൻ ജാഗ്വർ സ്വിഫ്റ്റ് അംബാസിഡർ കാർ വാങ്ങുമടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിരുന്നില്ല. അതേപോലെ 2-ാം തീയതി വരെ ഫുള്ള് ബിസിയാണ്, അവിടെ ഫുള്ള് ഇനോഗ്രേഷൻ ആണെന്നാണ് രണസുന പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തൊക്കെയായാലും മദ്യക്കുപ്പികളുടെ പരസ്യം തന്നെയാണല്ലോ ചാച്ചിക്ക് കിട്ടുന്നത്. ബാറുകളാണ് മെയിൻ ആയിട്ട് അവർക്ക് അവിടെ കിട്ടുന്ന പരസ്യങ്ങൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇനോഗ്രേഷൻസ് എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് എക്സൈസ് വിഭാഗത്തിന് കേസ് ശക്തമാക്കാൻ വലിയൊരു കച്ചിത്തുരുമ്പ്. നിലവിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പരാതിപ്പെടുന്നു, പിന്നീട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. 3 വർഷം വരെ സമാനമായ രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. പക്ഷെ അവരതൊക്കെ കാറ്റിൽ പറത്തി ദുബായിലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് അവർ ധരിക്കുന്നത്. ശരിയല്ല, അത് തെറ്റാണ്. ആരെയാണ് അവർ ലക്ഷ്യമിടുന്നത്? മലയാളികളായ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത്. അതായത് മദ്യം കുടിക്കാൻ മലയാളികളെ പ്രേരിപ്പിക്കുന്നതാണ് അത്തരം വീഡിയോസ്. നിയമപരമായിട്ട് തെറ്റാണ്. എന്തായാലും കേസ് കൊടുത്ത ദേവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് കേൾക്കാം. മോനെ, സമയം എന്ന് പറഞ്ഞത് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. വേണമെങ്കിൽ ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തത് വലിയ കാര്യമാണ്, ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഒന്നും വലുതല്ല. ഞാൻ ചെയ്ത ഒരു കാര്യവും വലുതല്ല. എനിക്ക് ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടി. വിളിച്ച് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട്, രേണുവിനെ വിളിച്ച് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, സമയമെടുക്കുമായിരിക്കും. മനസ്സിലായോ? അതിലൊരു സന്തോഷം എനിക്കുണ്ട്. ചെയ്തതിൽ പകുതിയെങ്കിലും സക്സസ് ആയെന്നുള്ള സന്തോഷമുണ്ട്. ഇനി അവരത് ആവർത്തിക്കില്ല എന്നുള്ള എൻ്റെ വിഷയമല്ല. ഈ കംപ്ലയിൻറ്റ് നമുക്കൊരു പരാതി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒന്നും നടപടി ആവില്ല. ഒരു ശ്രമമാണ്, ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്, എന്തെങ്കിലും നടക്കുമോ എന്ന് ശ്രമിച്ച് നോക്കിയതാണ്. അപ്പോൾ സൈബർ സെല്ലർ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തു, അവർ വിളിച്ച് സംസാരിച്ചു. ഇത് തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റുന്ന കേസൊന്നും അല്ല. വിളിച്ചൊന്ന് വാൺ ചെയ്യാൻ പറ്റും. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു ആ ഒരു കാര്യം തന്നെയാണ്. സർ, അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് വാർണിംഗ് എങ്കിലും കൊടുത്തൂടെ എന്നാണ് ചോദിച്ചത്. അത് അവർ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അടുത്ത ആൾക്കാർ അവരുടെ നടപടി എന്താ വെച്ചാൽ അവരത് ചെയ്തോളൂ. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ നടപടിയൊന്നും ആയില്ല, നീ നാണം കെട്ട് പോയില്ലേ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മനസ്സിലായോ? ഇവിടെ വാണിംഗ് കൊടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വാണിംഗ് അല്ല, 50,000 രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞു, പിന്നെ 25,000 ഒതുങ്ങി എന്നുള്ളതാണ്. എന്നാൽ അയാൾ പിന്നെ അത്തരം വീഡിയോസ് ചെയ്തിട്ടില്ല. മുകേഷ് എം നായർ 50,000 രൂപയോളം കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങി വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും പണം കെട്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ അവരൊന്നും പിന്നീട് അത്തരം പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടില്ല. ഇവിടെ ഈ വ്യക്തി പരാതിപ്പെട്ടതിന് ശേഷമുള്ള ഇന്നലെയും ഇന്നുമായിട്ട് ഇട്ട വീഡിയോസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിക്കൊണ്ട് ഒരു വീഡിയോ അവർ പ്രചരിപ്പിക്കും. ചെയ്യാൻ പാടില്ല. അവർക്ക് നിയമപരമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇനി ചെയ്യാൻ പറ്റില്ല. അത് ദുബായിൽ നിന്നാണെങ്കിലും ലോകത്ത് നിന്ന് എവിടെ നിന്നാണെങ്കിലും മലയാളികളെ
ആകർഷിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. മലയാളികൾ തന്നെയാണല്ലോ അങ്ങോട്ട് പോകാൻ പോകുന്നത്. മലയാളത്തിൽ അടിക്കുറപ്പ് എഴുതിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. റാസൽ ഖൈമ ദുബായ് ബാർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. മലയാളികളുടെ സൂപ്പർ താരം ദുബായ് റാസൽ ഖൈമ ചെമ്പരത്തി റെസ്റ്റോ ബാറിൽ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആരൊക്കെ ചേർന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ മദ്യം ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇവിടെ ഒക്കെ കാണാം. കലം ഇരിക്കുന്നത് കാണുന്നുണ്ട്. കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഓണർ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്, പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ നിലവിൽ ഇവൾക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്നറിയോ? മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഉളത്തരം കാണിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് റീൽസ് ഉണ്ട്, കള്ളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബാറിന്റെ ഒരു അവസ്ഥ. പലയിടങ്ങളിലും കുപ്പിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പൊ നിയമപരമായിട്ട് തെറ്റായുള്ള കാര്യമാണ്. ഞാനതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയപ്പോഴാണ് അബ്കാരി നിയമപ്രകാരം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു ഒരാൾ പരാതിപ്പെട്ട, ആരെങ്കിലും പരാതിപ്പെടണം, അല്ലെങ്കിൽ സ്വമേധ കേസ് എടുക്കും. സ്വമേധ കേസ് എടുത്തിട്ടില്ല, പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും അത് പരിശോധന വിധേയമാക്കും. അവരെ കോൺടാക്ട് ചെയ്തു എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. വേണമെങ്കിൽ ദയവ് പറഞ്ഞുകൂടി കേൾക്കാം. എനിവേ, രേണുവിൻ്റെ അപ്ഡേഷൻ ഇതാണ്. സൈബർ സെല്ലുകാർ ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് വാണിംഗ് കൊടുത്തു എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്തായാലും മോണിറ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ എന്താണ് ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ കാണുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സൈസുകാർ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എക്സൈസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നോക്കാം നമുക്ക്. രേണുസുതിയുമായി സംസാരിച്ചു, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന മോണിറ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം അക്കൗണ്ട് വഴിയാണ് ഇവർ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാറിന്റെ പ്രൊമോഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാറിന്റെ പ്രൊമോഷൻ ചെയ്യാൻ ഒരു സെലിബ്രിറ്റീസിനും കഴിയില്ല എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അബ്കാരി നിയമപ്രകാരം തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും വാണിംഗ് കിട്ടിയ പിന്നെ ചെയ്യരുത്. വേണമെങ്കിൽ ഞാനൊരു ക്ലിപ്പും കൂടി കാണിച്ചു തരാം. ഇത് രേണുസുതി ആ ഒരു ബാറിലൂടെ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് മേശകളുണ്ട്. ഒരു സൈഡിൽ തീൻ മേശയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ദൂരെ മദ്യക്കുപ്പികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇവരുടെ സ്വന്തം അക്കൗണ്ട് വഴി തന്നെയാണ് ഇവർ ഇതൊക്കെ പുറത്തുവിട്ടുള്ളത്, ഇവരെന്നെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും തെറ്റാണ്. 10 ലക്ഷം രൂപ വരെ സർക്കാരിന് കിട്ടേണ്ട, ഖജനാവിലേക്ക് വരേണ്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 വർഷം വരെ ഇത്തരം വീഡിയോസും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം അവർ ലംഘിച്ചിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പരാതിപ്പെട്ടു, അവർ വിളിച്ച് സംസാരിച്ചു എന്നാ പറയുന്നത്. ഒരു നിയമലംഘനം അവിടെ നടന്നിട്ടുണ്ട്. എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ അൽത്തു വ്ളോഗിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അൽത്തു വ്ളോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേണുസുതി എന്നെ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രേണുസുതി ഒന്നും എന്നെ കുറിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഞാനതിന് കൃത്യമായ സഭ്യമായ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കുറെ പൊട്ടത്തരങ്ങൾ കാണാറുണ്ട്, അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള ആളുകളുടെ ഒരു പൊതുബോധം കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്, അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതല്ലാതെ ഓവറാക്കാറില്ല. പക്ഷെ ഇവിടെ അൽത്തു വ്ളോഗ് പലതും പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി തന്നെ ഒരുപാട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. അത് കൂടാതെ തന്നെ ഇപ്പൊ ദേവ് ഡി കോഡ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അൽത്തു വ്ളോഗ് ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ട് വേറെ നിർവചനം ചെയ്തു എന്നാ പറയുന്നത്. രേണുവിനെതിരെയുള്ള കേസിന്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി പറയണം. പക്ഷെ ഇവിടെ ദേവ് ഡി കോഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ കൂടുതൽ ആളുകൾ സബ്ബടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത് എന്ന രീതിയിലേക്ക് അത് നയിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ദേഷ്യം പിടിക്കുകയും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ അൽത്തു വ്ളോഗ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അതുൽ വ്ളോഗും രാജ് ടോക്കും ഒക്കെ ഫണ്ട് വാങ്ങിയിട്ടാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യമൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ആ കാര്യത്തെ കുറിച്ചിട്ടും ദേവ് ഡി കോഡ് പറയുന്നുണ്ട്. അപ്പോൾ അൽത്തു കുറച്ച് ഓവറാണ് എന്ന രീതിയിൽ ഇപ്പോൾ കുറെ കമന്റുകൾ കാണുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ കൂടുതൽ അയാളെ വീഡിയോസ് ഒന്നും കാണാറില്ല. ഞാനിപ്പോ ദേവ് ഈ ഒരു കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചത്. അതിലാണ് പറയുന്നത് ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ ഇനി പാടില്ല എന്നുള്ളത്. പക്ഷെ അവരത് ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കുന്നത് തെറ്റായ രീതി തെറ്റാണോ? നമ്മൾ പൈസ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ നമുക്ക്, പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറെ. ഓക്കെ, പൈസ ഇല്ലെങ്കിൽ ഒന്നുമില്ല. പൈസ നേരായ രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് നാക്കുളുക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തേലും ആവട്ടെ, ഉളുപ്പ് എന്നുള്ള സാധനമാണ് എല്ലാ മനുഷ്യന്മാരും മുന്നോട്ട് നയിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ മാനാഭിമാനം എന്നുള്ള സാധനം രണ്ടാമത്തെ ഒരു സാധനമായിട്ട് വെക്കാം. ഒന്നുമില്ലാത്ത ആളുകൾക്ക് എന്തും പറയാം. എന്തായാലും നിയമപരമായിട്ട് തെറ്റായ കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അത് ഏത് രാജ്യത്ത് പോയിട്ട് ബാറിന്റെ ഉദ്ഘാടനം ചെയ്താലും ബാക്കിൽ മദ്യക്കുപ്പികൾ കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ കാര്യം തന്നെയാണ്. കള്ള് ഷാപ്പിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനോടൊക്കെ കണ്ടു. എല്ലാം നിയമവിരുദ്ധമായ കാര്യമാണ്. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ എക്സൈസ് ഓഫീസർമാർ പിടിക്കുകയും അല്ലെങ്കിൽ സ്വമേധ കേസെടുക്കുകയും വലിയ പിഴ ഈടാക്കിക്കാനൊക്കെ ചെയ്യും. രണസുന ആയതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ്.